ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസ ലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. കുവൈറ്റിലെ പ്രാദേശിക ബാങ്കുകൾ തമ്മിലുള്ള ഓൺലൈൻ സാമ്പത്തിക ഇടപാടുകൾ വർദ്ധിച്ചു വരുന്ന കാരണത്താൽ ഈ ഇടപാടുകൾക്ക് ഫീസ് ചുമത്തുന്നത് പരിഗണനയിലാണെന്ന് റിപ്പോർട്ടുകൾ. ബാങ്കുകൾ ഏറ്റെടുക്കുന്ന തുടർച്ചയായ വികസനത്തിന്റെയും ഡിജിറ്റൽ പരിവർത്തന സംരംഭങ്ങളുടെയും ചെലവുകൾ വഹിക്കാൻ സഹായിക്കുന്ന വരുമാനം ഉണ്ടാക്കുക എന്നതാണ് ഈ നീക്കത്തിലൂടെ ലക്ഷ്യം വെക്കുന്നത്. വിവിധ ബാങ്കുകൾ തമ്മിലുള്ള ഓൺലൈൻ ട്രാൻസ്ഫറുകൾക്ക് ഫീസ് ഏർപ്പെടുത്താനും സൗജന്യ സേവനങ്ങൾ നൽകുന്ന നിലവിലെ രീതിക്ക് പകരമായി ഫീസ് ഏർപ്പെടുത്താനുമാണ് ഉദ്ദേശിക്കുന്നതെന്നും ബന്ധപ്പെട്ട വൃത്തങ്ങൾ സൂചിപ്പിച്ചു. നിലവിൽ ബ്രാഞ്ച് ഓഫീസുകൾ വഴി നടത്തുന്ന ട്രാൻസ്ഫറുകൾക്ക് ബാങ്കുകൾ 5 ദിനാർ ഈടാക്കുന്നുണ്ടെങ്കിലും പുതിയ പദ്ധതി പ്രകാരം ഓരോ ബാങ്കിനുള്ളിലെ ഇടപാടുകൾക്ക് ബ്രാഞ്ച് ട്രാൻസ്ഫർ ഫീസ് മാറ്റമില്ലാതെ തുടരും. എങ്കിലും വ്യത്യസ്ത ബാങ്കുകൾ തമ്മിലുള്ള ഓൺലൈൻ ട്രാൻസ്ഫറുകൾക്ക് ഓരോ ഇടപാടിനും 1 മുതൽ 2 ദിനാർ വരെ ഫീസ് ഈടാക്കും. ഓരോ ബാങ്കും അതിന്റെ ലക്ഷ്യങ്ങളെ അടിസ്ഥാനമാക്കി ഈ പരിധിക്കുള്ളിൽ വരുന്ന നിരക്ക് നിശ്ചയിക്കും. ഓൺലൈൻ സാമ്പത്തിക ഇടപാടുകളിലെ പ്രത്യേകിച്ച് ട്രേഡ് പേയ്മെന്റുകളിലെ കുതിച്ചുചാട്ടം ബാങ്കുകൾക്ക് ഗണ്യമായ പ്രവർത്തന ബാധ്യത സൃഷ്ടിക്കുന്നുണ്ടെന്നും അധികൃതർ വാദിക്കുന്നു. ഈ ഇടപാടുകളുടെ ഉയർന്ന വ്യാപ്തി ഉണ്ടായിരുന്നിട്ടും നിലവിൽ ബാങ്കുകൾ അവയ്ക്കായി യാതൊരു ഫീസും ഈടാക്കുന്നില്ല. വാംഡ് പോലുള്ള പ്ലാറ്റ്ഫോമുകളിലൂടെയോ സമാനമായ സേവനങ്ങളിലൂടെയോ നടത്തുന്ന സാമ്പത്തിക ഇടപാടുകൾക്ക് ഫീസ് ചുമത്താൻ ചില ബാങ്കർമാർ പ്രത്യേകം നിർദ്ദേശിച്ചിട്ടുണ്ട്. അത്തരം പ്ലാറ്റ്ഫോമുകളിലൂടെയുള്ള 3000 ദിനാറിന്റെ പ്രതിദിന കൈമാറ്റ പരിധി അവയുടെ സാമ്പത്തിക പ്രാധാന്യത്തെയും അടിവരയിടുന്നു. അൽ ഐനിലെ കൊലപാതക കേസിൽ വധശിക്ഷയ്ക്ക് വിധേയനായ കാസർകോട് ചീമേനി സ്വദേശി മുരളീധരൻ എന്ന യാസീനെ അബുദാബിയിൽ ഖബറടക്കി. തടവ് കാലത്തിനിടെ ഇസ്ലാം മതത്തിലേക്ക് മാറിയ മുരളീധരൻ യാസീൻ എന്ന പേര് സ്വീകരിക്കുകയായിരുന്നു. അതിനാൽ തന്നെ ഇസ്ലാം മതാചാരപ്രകാരമാണ് ഖബറടക്കം നടത്തിയത്. എംബസി ഉദ്യോഗസ്ഥരും സാമൂഹിക പ്രവർത്തകരും അന്ത്യകർമ്മങ്ങൾക്ക് സാക്ഷികളായി. കുടുംബാംഗങ്ങളാരും സംസ്കാര ചടങ്ങിന് എത്തിയിരുന്നില്ല. അതേസമയം അൽ ഐനിൽ മോഷണ ശ്രമത്തിനിടെ തിരൂർ സ്വദേശിയായ മൊയ്തീനെ കൊലപ്പെടുത്തിയ കേസിലാണ് പ്രതിക്ക് വധശിക്ഷ ലഭിച്ചത്. ദുബൈയിൽ 2024-25 അധ്യയന വർഷത്തേക്കുള്ള 2ാം സെമസ്റ്റർ പരീക്ഷകൾ നാളെ ആരംഭിക്കാനിരിക്കെ അച്ചടക്കമുള്ളതും നീതിയുക്തവുമായ പരീക്ഷാ അന്തരീക്ഷം ഉറപ്പാക്കാൻ പൊതു സ്വകാര്യ സ്കൂളുകൾക്ക് കർശന മാർഗനിർദ്ദേശങ്ങളുമായി വിദ്യാഭ്യാസ മന്ത്രാലയം. മാർച്ച് 19 വരെ നടക്കുന്ന പരീക്ഷകളിൽ കോപ്പിയടിയും കൃത്രിമവും തടയുന്നതിനുള്ള ശക്തമായ നടപടികളാണ് അധികൃതർ മുന്നോട്ട് വച്ചിരിക്കുന്നത്. പരീക്ഷാ ഹാളുകളിൽ ക്രമസമാധാനം നിലനിർത്തുന്നതിനും പരീക്ഷാ പ്രക്രിയയെ തടസ്സപ്പെടുത്തുന്ന മോശം പെരുമാറ്റങ്ങൾ തടയുന്നതും ഇത് ലക്ഷ്യമിടുന്നു. കോപ്പിയടിക്കുന്നതിനോ മറ്റ് കൃത്രിമങ്ങൾ നടത്തുന്നതിനോ ഉള്ള ശ്രമങ്ങൾ തടയുന്നതിന് മൊബൈൽ ഫോണുകൾ, സ്മാർട്ട് ഉപകരണങ്ങൾ, ഡിജിറ്റൽ വാച്ചുകൾ എന്നിവ പരീക്ഷാ ഹാളിലേക്ക് കൊണ്ടുവരുന്നത് നിരോധിച്ചിട്ടുണ്ട്. കൂടാതെ വിദ്യാർത്ഥികൾക്ക് ഉത്തരങ്ങളോ സിഗ്നലുകളോ കൈമാറാൻ പാടില്ല. പരീക്ഷാ ഹാളിൽ മറ്റുള്ളവരെ സഹായിക്കുന്നതിനുള്ള ഏതൊരു ശ്രമവും കർശനമായി നിരോധിച്ചിട്ടുണ്ട്. പരീക്ഷയിൽ ഇലക്ട്രോണിക് ടെസ്റ്റിംഗ് സ്വീകരിച്ചതോടെ പരീക്ഷാ സമയത്ത് ഉപയോഗിക്കുന്ന ടാബ്ലറ്റുകളിൽ, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ ആപ്പുകളിലോ സുരക്ഷാ സംവിധാനങ്ങളെ മറികടക്കുന്ന പ്രോഗ്രാമുകളിലോ അംഗീകൃതമല്ലാത്ത സോഫ്റ്റ്വെയറുകൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത് നിരോധിച്ചതായും അധികൃതർ കൂട്ടിച്ചേർത്തു. ഇക്കാര്യം ഉറപ്പുവരുത്തുന്നതിനായി പരീക്ഷാ കാലയളവിലുടനീളം ഡിജിറ്റൽ ഉപകരണങ്ങൾ നിരീക്ഷിക്കും. റമസാൻ മാസത്ത് രാജ്യത്ത് ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിന് ശക്തമായ നടപടികളുമായി ഖത്തർ പൊതുജനാരോഗ്യ മന്ത്രാലയം രംഗത്ത്. റമസാനിൽ ചില പ്രത്യേക ഭക്ഷ്യവിഭവങ്ങളുടെ ആവശ്യം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണിത്. ഇറക്കുമതി ചെയ്തതും പ്രാദേശികവുമായ ഭക്ഷണത്തിന്റെ നിയന്ത്രണം, ഭക്ഷ്യസുരക്ഷാ ലബോറട്ടറി സേവനങ്ങൾ ശക്തമാക്കൽ, ഭക്ഷ്യശാലകളിൽ പരിശോധന, ഉപഭോക്താക്കളിൽ ആരോഗ്യ അവബോധം പ്രോത്സാഹിപ്പിക്കൽ എന്നിവയുൾപ്പെടെ നിരവധി പദ്ധതികൾ ഇതിന്റെ ഭാഗമായി നടപ്പിലാക്കി വരുന്നതായും മന്ത്രാലയം കൂട്ടിച്ചേർത്തു. ഉപഭോക്താക്കളും ഭക്ഷ്യസ്ഥാപനങ്ങളും ഉൾപ്പെടെ ഭക്ഷ്യ ശൃംഖലയിലെ എല്ലാ കക്ഷികളിലും ഭക്ഷ്യസുരക്ഷയുടെ സംസ്കാരം പ്രോത്സാഹിപ്പിക്കുന്നതിനായി മന്ത്രാലയം ഒരു ബോധവൽക്കരണ ക്യാമ്പയിനും ആരംഭിച്ചിട്ടുണ്ട്. ഭക്ഷ്യസുരക്ഷാ നിയമങ്ങളെക്കുറിച്ചുള്ള ധാരണ വർദ്ധിപ്പിക്കുന്നതിനും ഭക്ഷ്യജന്യ രോഗങ്ങൾ തടയുന്നതിനുമായി സാമൂഹിക മാധ്യമങ്ങൾ വഴി പ്രചാരണവും ശക്തമാക്കി. സലാലയിലേക്ക് സർവീസ് ആരംഭിക്കാൻ സൗദിയുടെ ബജറ്റ് വിമാനമായ ഫ്ലൈ ഡീൽ
ജൂൺ 19 മുതൽ ഇരു നഗരങ്ങൾക്കുമിടയിൽ വിമാനം സർവീസ് തുടങ്ങും. 2025 വേനൽക്കാല വിപുലീകരണ പരിപാടിയുടെ ഭാഗമായാണ് പുതിയ ലക്ഷ്യസ്ഥാനങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത്. തുർക്കിയയിലെ ട്രാബ്സൺ, അസർബൈജാൻ, ജോർജിയ എന്നീ രാജ്യങ്ങളുടെ തലസ്ഥാന നഗരങ്ങളായ ബാക്കു, ടിബ്ലിസി, ഈജിപ്ഷ്യൻ റിസോർട്ട് പട്ടണമായ ഷാം അൽ ഷെയ്ഖും ബോസ്നിയയിലെ ഹെർസഗോവിന, സരജോവോ എന്നിവയോടൊപ്പമാണ് സലാലയും പുതിയ ലക്ഷ്യസ്ഥാനത്തേക്ക് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മേഖലയിലെ ഏറ്റവും പ്രശസ്തമായ വേനൽക്കാല വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നാണ് സലാലയെന്നും എയർലൈൻ പ്രസ്താവനയിൽ പറഞ്ഞു. വടക്ക് ഭാഗത്ത് പച്ചപ്പും നീരുറവകളും തെക്ക് ഭാഗത്ത് വെളുത്ത മണൽ ബീച്ചുകളുമുള്ള ഒരു പർവ്വതനിരയാണ് സലാല. ജൂൺ മുതൽ ഓഗസ്റ്റ് വരെ നീണ്ടുനിൽക്കുന്ന ഖരീഫ് സീസൺ പേരുകേട്ടതാണ് ഈ പ്രദേശം. മരുഭൂമിയെ സീസണിലെ വെള്ളച്ചാട്ടങ്ങളും പച്ചപ്പും പ്രദേശത്തെ കൂടുതൽ ഭംഗിയുള്ളതാക്കുന്നു. സലാല അതിന്റെ സുഗന്ധദ്രവ്യങ്ങൾക്കും പരമ്പരാഗത ഒമാനി കരകൗശല വസ്തുക്കൾക്കും പേരുകേട്ടതാണെന്നും എയർലൈൻസ് അധികൃതർ കൂട്ടിച്ചേർത്തു. ഏറ്റവും കുറവ് മലിനീകരണമുള്ള അറബ് രാജ്യമായി ഒമാൻ. മേഖലയിൽ 1-ാം സ്ഥാനവും ആഗോളതലത്തിൽ 22-ാം സ്ഥാനവുമാണ് ഒമാന്. നാംബിയോ പ്ലാറ്റ്ഫോമാണ് ഈ വർഷത്തെ ആഗോള മലിനീകരണ സൂചിക പുറത്തുവിട്ടത്. നിരവധി ഘടകങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയാണ് പട്ടിക തയ്യാറാക്കിയിരിക്കുന്നത്. ഒമാൻ പിന്തുടർന്നു വരുന്ന കർശനമായ പരിസ്ഥിതി നയങ്ങളും സുസ്ഥിര പദ്ധതികൾക്കുമുള്ള പ്രാമുഖ്യവും ഒമാനെ മലിനീകരണം കുറഞ്ഞ നിലയിൽ തുടരാൻ സഹായിക്കുന്നു. വായു, ജല ഗുണനിലവാരം, മാലിന്യ സംസ്കരണം, ശബ്ദ മലിനീകരണം, ഹരിതസ്ഥലങ്ങളുടെ ലഭ്യത എന്നിവ ഒമാനെ പട്ടികയിൽ ഒന്നാമതെത്തിച്ചു. പാരിസ്ഥിതിക ഗുണനിലവാരം സംരക്ഷിക്കുന്നതിലും മലിനീകരണം കുറയ്ക്കുന്നതിലും ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും ഒമാൻ നടത്തുന്ന ശ്രമങ്ങൾ നേട്ടത്തിന് കാരണമായി. ആരോഗ്യകരവും വൃത്തിയുള്ളതുമായ അന്തരീക്ഷം ഉറപ്പാക്കൽ, ശുദ്ധമായ ഊർജത്തിന്റെ ഉപയോഗം, വനവൽക്കരണം, മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ എന്നീ മേഖലയിൽ ഒമാൻ പ്രത്യേകം ശ്രദ്ധ പതിപ്പിക്കുന്നതായും റിപ്പോർട്ടിൽ പറയുന്നു. അതേസമയം ഏഷ്യയിലെ ഏറ്റവും വൃത്തിയുള്ള 2ാമത്തെ നഗരമായി മസ്കറ്റ് നേരത്തെ തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. നംബിയോ മലിനീകരണ സൂചിക പ്രകാരമാണിത്. ലോകത്തുടനീളമുള്ള നഗരങ്ങളിലെ മലിനീകരണ ഘടകങ്ങൾ വിലയിരുത്തിയാണ് റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുള്ളത്. വായു, ജലമലിനീകരണം, മാലിന്യ നിർമ്മാർജ്ജനം, ശുചിത്വ സ്ഥിതികൾ, പ്രകാശ, ശബ്ദ മലിനീകരണം, ഹരിത മേഖലകൾ, മലിനീകരണ തോതുകൾക്കുള്ള മൊത്തം സ്ഥിതി പോലുള്ള ഘടകങ്ങളാണ് വിലയിരുത്തിയത്. പാചകവാതകം ഉപയോഗിക്കുമ്പോഴും സിലിണ്ടറുകൾ കൈകാര്യം ചെയ്യുമ്പോഴും അതീവ ജാഗ്രത പുലർത്തണമെന്ന് സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് വിഭാഗത്തിന്റെ മുന്നറിയിപ്പ്. നേരിയ അശ്രദ്ധ പോലും വൻ അപകടങ്ങൾക്ക് വഴിയൊരുക്കുമെന്നതിനാൽ സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾ പൂർണ്ണമായും പാലിക്കണം. സിലിണ്ടറുകൾ അടുക്കളയ്ക്കുള്ളിൽ വെച്ചുള്ള പാചകം അപകടങ്ങൾക്ക് വഴിയൊരുക്കും. സിലിണ്ടർ പുറത്തുവെച്ച് വായുസഞ്ചാരം ഉറപ്പാക്കണം. സിലിണ്ടറുമായി സ്റ്റൗവിനെ ബന്ധിപ്പിക്കുന്ന റബ്ബർ ട്യൂബ്, വാൽവ് തുടങ്ങിയവ ഇടയ്ക്കിടെ പരിശോധിക്കുകയും വാതക ചോർച്ച ഇല്ലെന്ന് ഉറപ്പുവരുത്തുകയും വേണം. ഉപയോഗിക്കാത്ത നോബുകൾ ഓഫാണെന്ന് ഉറപ്പാക്കണം. പാചകം കഴിഞ്ഞാൽ ഗ്യാസ് റെഗുലേറ്റർ അടയ്ക്കണം. ഒന്നിലേറെ സിലിണ്ടറുകൾ ചൂടുള്ള സ്ഥലങ്ങളിൽ സൂക്ഷിക്കുന്നതും സുരക്ഷിതമല്ല. തീപിടുത്ത സാധ്യതയുള്ള ഉൽപ്പന്നങ്ങൾ, വൈദ്യുതി സ്വിച്ചുകൾ തുടങ്ങിയവയ്ക്ക് സമീപം സിലിണ്ടറുകൾ വെക്കരുത്. ഒരു സിലിണ്ടറിൽ നിന്നും കൂടുതൽ ട്യൂബുകളും ഘടിപ്പിക്കരുത്. മുറുകാത്ത റെഗുലേറ്ററോ പൈപ്പോ സ്ഥാപിക്കരുത്. ഉരുണ്ടുപോകാൻ സാധ്യതയുള്ളതിനാൽ സിലിണ്ടർ ചെരിച്ചിടരുത്. കത്തുന്ന വിളക്കോ തീപിടിക്കാൻ സാധ്യതയുള്ളവയോ ഇല്ലെന്ന് ഉറപ്പാക്കിയ ശേഷം മാത്രം സിലിണ്ടർ ഫിറ്റ് ചെയ്യുക. തീയോ തീപ്പൊരിയോ ഉണ്ടാകുന്ന സ്ഥലങ്ങളിൽ നിന്നും സിലിണ്ടർ മാറ്റിവെക്കണം. അംഗീകൃത കമ്പനികളിൽ നിന്നും ഏജൻസികളിൽ നിന്നും മാത്രം ഗ്യാസ് സിലിണ്ടർ വാങ്ങുക. അധികൃതർ നിർദ്ദേശിക്കുന്ന സുരക്ഷാ മാനദണ്ഡങ്ങളും അളവുകളും ഇത്തരം സ്ഥാപനങ്ങൾ ഉറപ്പുവരുത്തുന്നു.